വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മീനസ് ക്രേസി വേൾഡ് ഇറ്റ്സ് ദ ക്രേസി മീൻ. ഇപ്പോൾ നമ്മൾ ദർശന കളക്ഷനിൽ പോയി സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ വ്ളോഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വേഗം വ്ളോഗ് കണ്ടിട്ട് വരൂ. ഹലോ ഗായ്സ്, നമ്മൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയതായിരുന്നു. ഗോ ബാക്ക് ടു സ്കൂൾ. മീനൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, കുറച്ച് സ്റ്റേഷനറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, എനിക്ക് വ്ളോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ദർശനയിലായിരുന്നു പോയിരുന്നത്. ദർശനയിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഈ വെയിലത്തുള്ള ഒരു അലച്ചിലും തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ദർശന തന്നെ ചൂസ് ചെയ്ത്. അപ്പോൾ എല്ലാം തിരഞ്ഞ് നടന്ന് വാങ്ങുന്നുണ്ട്. ക്രയോൺസ് അതുപോലെ എന്തൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നപ്പോൾ എന്തായാലും ഒരു ജ്യൂസ് കുടിക്കാൻ വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓറഞ്ച് ജ്യൂസ് ഷോപ്പിലായിരുന്നു കയറിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ കയറുന്നത്. കുഴപ്പമില്ല, നന്നായിരുന്നു ജ്യൂസ്. ഞങ്ങൾ രണ്ടുപേരും ജ്യൂസൊക്കെ കഴിച്ചു. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസും മീനൂസ് ഒരു കോൾഡ് കോഫിയാണ് കുടിച്ചത്. അപ്പോൾ മെനു ഒക്കെ കാണിച്ചിരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ടായിരുന്നു. എൻ്റെ ഹെൽമെറ്റ് ചെറുതായിട്ടൊന്ന് റിപ്പയർ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്തു. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നത് ചൂടെടുത്ത് ഫാനൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടെടുത്ത് ഇത് വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഇപ്പം മീനൂസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു ബാഗിനകത്ത് ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത്യാവശ്യം വേണ്ടത്. ബാഗൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ആദ്യം ഇവിടെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ചൂസ് ചെയ്യണം. ഏകദേശം എല്ലാം പിങ്ക് തീമാണ് എടുത്തിരിക്കുന്നത്. ഒരു എക്സാം പാഡായിരുന്നു അത്. എല്ലാ എക്സാം പാഡും ഒന്നുകിൽ കളയും അല്ലെങ്കിൽ നശിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ പാഡേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഓവർ റേറ്റ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഫയൽസ്. കാരണം കുട്ടികൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാനായിട്ട് ഫയൽസ് വേണം. അപ്പോൾ മോനും അവൾക്കും രണ്ടുപേർക്കും കൂടെ ഫയൽസ് വാങ്ങിച്ചു. പിന്നെ നെക്സ്റ്റ് വരുന്നത് എൻ്റെ നോട്ട്സ്. അത് ജസ്റ്റ് ഒന്ന് റഫ് നോട്ട്സായിട്ട് വാങ്ങിച്ചതാണ്. സ്കൂളിൽ നിന്ന് നമുക്ക് ഓൾറെഡി നോട്ട്സൊക്കെ തരുന്നതായിട്ട്, അതുകൊണ്ട് തന്നെ റഫ് നോട്ട്സായിട്ട് എൻ്റെ നോട്ട്സ് ചുമ്മാ വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ തന്നെയായിരുന്നു സെലക്ട് ചെയ്തത്, മീൻസ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ടിഫൻ ബോക്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ നിറയെ ടിഫൻ ബോക്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് പഴയതായി എന്നാണ് പറയുന്നത്, കംപ്ലൈൻറ്റ്. ഒരുപാട് വർഷമായിട്ട് ഒരേ ടിഫൻ ബോക്സ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചിട്ട് ചുമ്മാ ഒരു ടിഫൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സ്മോളാണത്, ഇത്രയും മതിയാവും. കാരണം കുറച്ച് ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ടിഫിൻ ബോക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തുറക്കാനും. സ്കൂളിപ്പോൾ എന്താ കാണിക്കാമെന്ന് അറിയില്ല. എന്തായാലും ഇതന്നെ കൊണ്ടുപോയേ പറ്റൂ. അത് ക്ലോസ് ചെയ്യാനൊന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾ ചെയ്തോളൂ. അടുത്തത് വരുന്നത് ഒരു സ്നാക്സ് ബോക്സ്. ഇതും കുറച്ച് ടൈറ്റാണ് കേട്ടോ, എടുക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ചെറിയ ബോക്സ് ആയതുകൊണ്ട് കുറച്ച് സ്നാക്സ് കൊടുത്ത് വെച്ചാൽ മതി. അതിന് നിറയെ സ്നാക്സ് എടുത്തിട്ട് പോകുന്ന ആളാണ്. എന്തായാലും എനിക്ക് കുറച്ച് സ്നാക്സ് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നെക്സ്റ്റ് വന്നാൽ എന്താ, ലഞ്ച് ടവലാണെന്ന് തോന്നുന്നു. അതെ, ലഞ്ച് ടവലിന് ഇതുപോലെ കർച്ചീഫുമാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ചുമ്മാ നിറയെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ. എങ്കിലും വാങ്ങുമ്പോൾ എന്തായാലും 1-2 പുതിയതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു പീച്ച് കളറും ഒരു മൾട്ടി കളർ ബ്ലൂ തീമായിട്ടുള്ളൊരു കർച്ചീഫാണ്, ലഞ്ച് ടവലാണ് വാങ്ങിച്ചത്. പിന്നെ 2-3 കർച്ചീഫ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അത് 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ്. ഓക്കെ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. തരികയാണ് എന്താ എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ബോക്സ്, പെൻസിൽ ബോക്സ്. ഇതെന്ത് ആവശ്യമൊന്നുമില്ല, എങ്കിലും വെറുതെ വാങ്ങിച്ച് കൂട്ടുകയാണ്. നിറയെ പെൻസിൽ ബോക്സൊക്കെ ഓൾറെഡി ഉണ്ട്, എങ്കിലും പുതിയതിപ്പോൾ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ കാണിക്കുന്നത്. ശരിക്കും അതിൽ തന്നെയാണ് ഇതൊക്കെ കാണിച്ച് കിട്ടുന്നത്. ഓക്കെ, അതും പിങ്ക് തീമിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഷാർപ്പനറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്തെടുക്കാൻ വേണം, ഷാർപ്പനർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് വരുന്നത് ഇതെന്ത് തീമാണ്, ഷീപ്പ്. ഇതൊരു പിങ്കാണ് വരുന്നത്. ഇതിനകത്ത് എൻ്റെ ഡസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നീട് കളയാം. അതാണെന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് 25 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ വാങ്ങിക്കാനാണ് മസ്റ്റായിട്ട് പോയിട്ടുള്ളത് ആൾ.
അവളുടെ ഇഷ്ടത്തിനാണ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഈ ഒരു ഷാർപ്പനർ വാങ്ങിച്ചിട്ടോ അല്ല, ഇത് എറേസറാണ്. ഇതെന്താണ്, കപ്പ് കേക്കിൻ്റെ തീമിലുള്ള എറേസർ. ചുമ്മാ ഇതിനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. എല്ലാം കട്ട് ചെയ്ത് കുറച്ച് യൂസ് ചെയ്യുന്ന പറയണം. കട്ട് ചെയ്ത് വേറെ എവിടെയും കിടക്കുന്നുണ്ടാവും. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ശരിയാണ്, കാരണം സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് നമ്മുടെ ഷാർപ്പനർ തന്നെയാണ്. ഇതും ഇതുപോലെ ഡസ്റ്റ് കളക്ട് ചെയ്യുക. പക്ഷേ ഇതിന് 5 രൂപയുള്ളൂ. അപ്സരയുടെയാണ്. അത് 25 രൂപയാണ്. അത് അപ്സരയല്ല, അത് വേറെ ഏതോ സാധാരണ കമ്പനിയാണ്. ഇത് നല്ലതാണ്, പക്ഷെ ഇത് ഇഷ്ടമാവില്ല. പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടത് കേട്ടോ, കാരണം നന്നായിട്ടുണ്ടല്ലോ. അടുത്തത് പെൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഭയങ്കര കംഫർട്ടബിൾ, എനിക്ക് എഴുതാനൊക്കെ പറഞ്ഞിട്ട് 2-3 പെൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മോന് ബ്ലാക്ക് പെന്നാണ് ഞാൻ വാങ്ങിച്ചത്, അവനത് മതിയെന്നായിരുന്നു. ഇത് ഹൈലൈറ്റർ എന്ത് കളറാണെന്ന് പോലും അറിയാണ്ട് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്ന് പോലും അറിയുമെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഡെക്സി പെന്ന് ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് പെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു പാക്കറ്റ് പെന്നും കൂടെ വാങ്ങിച്ചു വെച്ചു. നമുക്കിപ്പോൾ ചോദിച്ചാൽ വേഗം എടുത്ത് കൊടുക്കാമല്ലോ. അടുത്തൊരു ഗ്ലൂ, എന്തെങ്കിലും ചെയ്യാൻ വന്ന ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ ഗ്ലൂ ആവശ്യമുണ്ടാവും. അപ്പോഴാണ് എന്നോട് പറയുക. ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ എന്തായാലും കൈയോടെ വാങ്ങിച്ചു. ചെറിയൊരു ക്രയോൺസ്, ഇതൊക്കെ അനാവശ്യമായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നതാണ്. ഓൾറെഡി ഇവിടെ നിറയെ കളേഴ്സ് ഉണ്ട്. എങ്കിലും വളരെ നല്ലതായി. എനിക്ക് ചെറിയ ക്രയോൺസ് മതി, ഒരുപാട് വില കൊടുത്ത് വാങ്ങണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. കാരണം ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒക്കെ നിലത്ത് കിടക്കുന്നുണ്ടാവും. ഞാൻ അടിച്ചു വാരി കളയാറാണ് പതിവ്. അതുകൊണ്ട് ചെറുത് മതി. അപ്പോൾ ഞാൻ ചെറുത് മാത്രമേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ. അടുത്തത് പെൻ തന്നെയാണ്, ശേഷമുള്ള എൻ്റെ ബ്ലാക്ക് പെന്ന്. ഇത്രയേ ഉണ്ടാവുള്ളൂ. മറ്റേ റിബൺ, വൈറ്റ് റിബൺ, യൂണിഫോമിനുള്ളത്. ഇപ്പോൾ കാണിക്കാനൊന്നുമില്ല, വൈറ്റ് റിബൺ അത്രയേ ഉള്ളൂ. അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഇനിയുള്ളത് ലഞ്ച് കിറ്റായിരുന്നു. നമ്മൾ എനിക്കത്ര ഇഷ്ടമായില്ല ലഞ്ച് കിറ്റൊന്നും. അവിടെ ലഞ്ച് കിറ്റ് വാങ്ങിച്ചിട്ടില്ല. ഓൾറെഡി നമുക്ക് ബാഗ് 2 ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാഗും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് മീനൂസിൻ്റെ ഇഷ്ടത്തിന് ഷോപ്പ് ചെയ്തത്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഷോപ്പിങ്ങിന് പോകണമെന്ന്. മീനൂസ് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.